2018 പ്രളയത്തിന്റെ സമയത്താണ് എനിക്ക് കണ്ണിന് ഇങ്ങനെ ചെങ്കണ്ണ് പോലെ വന്നത്. പ്രളയം കഴിഞ്ഞു. ആഗസ്റ്റ് 15-ാം തീയതി ആയിരുന്നു പ്രളയം വന്നത്. അപ്പൊ ആഗസ്റ്റ് 15-17-ാം തീയതി ആയപ്പോഴത്തേനും പ്രളയത്തിന് വന്ന ആളുകളൊക്കെ നമ്മള് ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് അവർക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോഴാണ് നമ്മളുടെ കണ്ണിന് ചെങ്കണ്ണ് പോലെ തോന്നിയത് നമുക്ക്. അപ്പോ നമുക്ക് അതിക്ക് മുന്നോട്ട് നമുക്ക് ഒരു കണ്ണിന് പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ എന്റെ വിചാരം പ്രളയമൊക്കെ വരുമ്പോ പല ആളുകളുടെയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് പ്രഷർ കൂടെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കഴിച്ചു കൊടുത്തപ്പോ സദാസമയം ചൂടത്ത് നിന്നിട്ട് കണ്ണിനേറ്റ ഒരു ചോപ്പൊക്കെ വന്നത് അതുകൊണ്ടായിരിക്കും വിചാരിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഒരു കണ്ണിന്റെ കാഴ്ച പോയി അതിന്റെ ഈ തിരക്കിന്റെ ഉള്ളിൽ എനിക്ക് എന്റെ കണ്ണുകളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ കണ്ണടച്ച് നോക്കാൻ പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഒരു കണ്ണിന്റെ കാഴ്ചയില്ല എന്ന് മനസ്സിലായത്. അപ്പൊ അത്രയും നാള് നമ്മളുടെ ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖം നമുക്കുള്ളതെന്നാണ് അപ്പൊ അന്ന് ഡോക്ടർമാര് പറഞ്ഞത്. കുറെ ആശുപത്രികളിലൊക്കെ പോയി. 2018 തുടങ്ങിപ്പോയി 2019 വരെ ചികിത്സിച്ചു നമുക്ക്. 2019 ലാസ്റ്റ് ആയപ്പോൾ എന്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. കാരണം എന്നെ പിടിച്ചിട്ട് നടക്കേണ്ട അവസ്ഥയായി. 2 കണ്ണും കാഴ്ചയില്ലാതെ. അപ്പൊ നമ്മള് അന്ധത എന്താണെന്നൊന്ന് മനസ്സിലാക്കി. ഈ ജീവിതത്തില് നമ്മൾ ഈ ലോകം കാണാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. അതാണ് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും നമ്മളുടെ സമ്മേളനങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറ്, എന്റെ കണ്ണുകളിലേക്കും എന്റെ ജീവിതത്തിലേക്കും വെളിച്ചം കൊണ്ടാണ് നമ്മുടെ നാരായണൻ മാഷ് ഒരു ദൈവദൂതനെ പോലെ കടന്നു വന്നത്. നമ്മുടെ നാരായണൻ മാഷ് കടന്നു വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ലോകം വീണ്ടും കാണാനും എനിക്ക് ഇതുവരെ വീണ്ടും കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇത്രയും വർഷം ഞാൻ പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞത്. കാരണം ചെയർപേഴ്സൺ സ്ഥാനം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് അനുഭവപ്പെട്ട വിഷമങ്ങളും ഇതൊക്കെ മാറി കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ തെറാപ്പിയിൽ വന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ എന്റെ കണ്ണിന്റെ കാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കണ്ണൊക്കെ തുറിച്ച് പുറത്തേക്ക് വന്നു. കണ്ണിന്റെ പഴുത്ത് ചീഞ്ഞ് ഒട്ടിപ്പിടിച്ച് കണ്ണ് പൂർണ്ണമായിട്ടും പോയി. ഡോക്ടർമാര് പറഞ്ഞു അതിന് കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അപ്പൊ ആ സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ പറയാം. കണ്ണിന് സദാസമയം വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാ സമയം പണ്ടൊക്കെ എനിക്ക് ആ 2018 തുടക്കത്തില് കുറെ കാലം മുന്നേ എനിക്ക് 6 മാസം കൂടുമ്പോഴേക്ക് ഒരു തലവേദന പോലെ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോ മാസത്തിലാവാൻ തുടങ്ങി, പിന്നെ ആഴ്ചയിലായിട്ട് ആവാൻ തുടങ്ങി, പിന്നെ ഡെയിലി എനിക്ക് തലവേദന വരാൻ തുടങ്ങി. ഒരു 8 മണിയാകുമ്പോ കറക്റ്റ് ഒരു തലവേദന വരും. ആ തലവേദന വരുമ്പോ എനിക്ക് തല വെട്ടിപ്പൊളിക്കുന്ന വേദനയൊക്കെ അനുഭവപ്പെടും. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ വേദന വരുമ്പോ ശരിക്കും പറഞ്ഞ കണ്ണില് പ്രഷർ കയറിയിട്ട് അപ്പൊ ഡോക്ടർമാരെ കാണിച്ചപ്പോ പറഞ്ഞ കണ്ണില് പ്രഷർ കയറും. ആ സമയത്ത് ഞരമ്പ് ഇങ്ങനെ തീർത്ത് പൊട്ടണതെന്നാ പറഞ്ഞത്. അങ്ങനെ പൊട്ടും. വീണ്ടും പിറ്റേ ദിവസം തുടങ്ങി കണ്ണിങ്ങനെ ചോരക്കണ്ണ പോലെയാവും. വീണ്ടും മരുന്ന് കഴിക്കും. ഇംഗ്ലീഷ് മരുന്നായിട്ടും പിന്നെ ആയുർവേദ മരുന്നായിട്ടും ഈ 2 വർഷക്കാലം കുറെ പൈസ നമ്മുടെ പോയി. നമ്മള് അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയി, സായിബാബ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ LF പോയി, പിന്നെ നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആശുപത്രികളിലൊക്കെ പോയി. നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഡെയിലി പൊട്ടാൻ. തൃശ്ശൂർ ജില്ലയിലെ മാള സ്വദേശിനിയായ ശ്രീമതി സരോജ വിജയനാണ് അവരുടെ ഗ്ലോക്കോമ എന്ന ഗുരുതരമായ നേത്രരോഗം പണച്ചെലവോ ദോഷഫലങ്ങളോ ഒന്നും കൂടാതെ സ്വന്തം മൂത്രം ഉപയോഗിച്ച് സുഖപ്പെടുത്തിയ അനുഭവം നമ്മോട് തുറന്നു പറഞ്ഞത്. ഗ്ലോക്കോമ മാറിയതിനോടൊപ്പം അവരെ അലട്ടിയിരുന്ന മൈഗ്രെയിൻ എന്ന കഠിനമായ തലവേദനയും അവരിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇതൊരു വ്യക്തിയുടെ സത്യസന്ധമായ അനുഭവമാണ്. എന്തുകൊണ്ട് അത്തരം അനുഭവം ഉണ്ടാകുന്നു എന്ന കാര്യത്തിലാണ് ശാസ്ത്രത്തിൻ്റെ പരീക്ഷണങ്ങൾ നടക്കേണ്ടത്. മൂത്രമെന്നാൽ രക്തത്തിലെ പ്ലാസ്മയാണെന്നും അതിൽ 3000-ലേറെ ഔഷധ ഘടകങ്ങൾ ഉണ്ടെന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അത് തന്നെയാകാം രോഗമുക്തിക്കുള്ള കാരണം എന്ന് നമുക്ക് ഊഹിക്കാം. നന്ദി.